എനിക്കറിയാവുന്നത് ആ പേരാണ്, റോയൽ ആൽബർട്സ്. പണ്ട് കല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസ്സിന്റെ പുറകിലും ഒരു പേരുണ്ടായിരുന്നു, റോയൽ ആൽബർട്സിന്റെ പെയിന്റ് കൊണ്ടായിരുന്നു. എറണാകുളം തൊടുപുഴക്കാരനായ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം അന്വേഷിച്ച കോളേജ് ഇതാണ്. സമയമുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു. സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് വന്നു. എനിക്ക് ഇന്ത്യ വിഷൻ ചാനലിൽ VJ ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി. അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ്, ബൾബ് എന്നായിരുന്നു ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ആൽബർട്സ് കോളേജ് ആണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു. നമ്മൾ നോർമൽ കോളേജ് പ്രോഗ്രാം കാണുന്ന പോലെ എല്ലാവരോടും പോയിട്ട് പേരെന്താ 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 ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം. ആൽബർട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ച ചോദ്യം, സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സുമാണ്. തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ടല്ലോ, അതാണ് റോയൽ ആൽബർട്സ് എന്ന് വിളിക്കാൻ ഞാൻ കാരണം. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു. എന്റെ കരിയർ തുടങ്ങിയത് ഈ കോളേജിന്റെ മുറ്റത്തു നിന്നാണ്. ഇത്രയും ഒരുപാട് സന്തോഷം. താങ്ക് യു റോയൽ ആൽബർട്സ്, താങ്ക് യു സോ മച്ച്. Hello, my dear Albertians. എന്തൊക്കെയുണ്ട്? How is college life going? അടിപൊളി. So, നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഏകദേശം ഒരേ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എന്താന്ന് പറയാം ആർക്കെങ്കിലും? Any guesses? Okay. Hormonally high. You guys are in your teenage, in college. I just had a baby, a beautiful boy baby. June 11th Ilainaanu aalde peru. So thanks to him, I feel like I'm back in college again. Life has become so beautiful. Pinne hormonally high. Vere undu. Also sleepless nights. ലാസ്റ്റ് എനിക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിട്ടുള്ളത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ചാറ്റ് ചെയ്തൊക്കെ ഇരുന്ന്. എത്ര പേരുണ്ട് ഇപ്പൊ അങ്ങനത്തെ സ്ലീപ്ലെസ് നൈറ്റ്സിലൂടെ പോകുന്നവര്? Yeah, so next time it's going to be when you all become parents. അപ്പം enjoy. This is the best time anybody can go through in their life. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. Do what makes you happy. Be wild, be crazy, enjoy, and also watch Level Cross. ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൽ ക്രോസ് എന്ന ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത്. ആൻഡ് മൈ ബ്യൂട്ടിഫുൾ co-star ആസിഫ് അലി, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ he faced a very difficult situation in his life and I'm so proud of him. I'm so proud. I'm so proud how he handled it. അല്ലേ, നമുക്ക് ലൈഫിൽ ഇങ്ങനെ പല അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് വരാം. ആൾക്കാർ നമ്മളെ വലിച്ച് താഴെയിടാൻ നോക്കാം. You know, anything can happen. But how you handle it is what makes you special. And I am so proud of him. He's one of my favorite co-stars.
ഡയറക്ടർ അർഫാസിനെ കുറിച്ച് ഒരു വാക്ക് പറയണം. ലൈഫിൽ ഒത്തിരി ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഒത്തിരി ഹാർഡ് വർക്ക്സിലൂടെ കടന്നുപോയിട്ടുള്ള മനുഷ്യനാണ്. ആൻഡ് ഈ ഫിലിം എടുക്കുന്ന സമയത്തും ഹിസ് ഫേസ്ഡ് എ ലോട്ട് ആൻഡ് സ്റ്റിൽ ഈസ് ഗോയിങ് ത്രൂ സോ മച്ച് ടു മേക്ക് ദിസ് ഹാപ്പൻ. അപ്പോൾ അർഫാസിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വിഷ് ഉണ്ട്, എല്ലാവരും അത് ചെയ്യോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അർഫാസ് പ്ലീസ് കം. So let's welcome Arfaz Ayub as the director. Let's welcome him. So before handing the mic over to him, I want you all എല്ലാവരും ഒരുമിച്ച് ഉറക്കൊന്ന് പറയോ, ലെവൽ ക്രോസ് വിൽ ലെവൽ ക്രോസ്. കുറച്ചുകൂടെ ഒച്ചയ്ക്ക്. ഹാപ്പി? താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാനൊരു അമ്മയായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ പബ്ലിക് ഇവന്റ് ആണിത്. And you guys made it so special. എനിക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര നെർവസ് ആയിരുന്നു, ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. But thank you so much for all this love and warm welcome, this energy. I love you guys. Thank you. Please keep loving me and watch our films. Thank you. Arfaz sir, ഞങ്ങളുടെ റോയൽ ആൽബർട്ട്സിനെ പറ്റി ഒരു 2 വാക്ക്, അവരുടെ പൾസ് എന്ത് തോന്നി സാറിന്? സൂപ്പർ എനർജി അല്ലേ. പണ്ട് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഠിത്തമല്ലാതെ ബാക്കി എല്ലാത്തിനും നമ്മൾ മുന്നിലുണ്ടാവില്ല. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് ആ കേർട്ടൻ പൊങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്, ചെസ് നമ്പർ 3, 2, 1. ആ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട്. മൈക്കിന് മുന്നിൽ നിന്ന് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു കേർട്ടൻ്റെ മുന്നിൽ എപ്പോൾ വേണമെങ്കിലും പൊങ്ങാവുന്ന ഒരു കേർട്ടൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ടെൻഷൻ. ആ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. നമ്മുടെ ആ സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറല്ല, ഞാനൊരു സക്സസ്ഫുൾ ഫിലിം മേക്കർ അല്ല. എൻ്റെ ആദ്യത്തെ പടമാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഗേജിന് പുറകിലായിരുന്നു. അപ്പോൾ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ വിത്ത് യു ഓൾ. ഈ സിനിമ വി ഹവ് മെയ്ഡ് ഇറ്റ് വിത്ത് അവർ ഹോൾ ഹാർട്ട് ആൻഡ് വി വുഡ് ലൈക്ക് യു ഓൾ ടു വാച്ച് ഇറ്റ്. ഒരു യങ് ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം അബൌട്ട് ദ ഫിലിം ഇസ് ദാറ്റ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണണം. നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഫാമിലിയോടും ഫ്രണ്ട്സിനോടും നെയ്ബേഴ്സിനോടും എല്ലാവരും സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം. ഈ സിനിമ നിങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങളും ഇതിലെ കഥയും ആയിരിക്കും. പക്ഷേ വെൻ യു വാച്ച് ഇറ്റ് ദ സെക്കൻഡ് ടൈം ദർ ഇസ് എ ലോട്ട് മോർ ദാറ്റ് യു വുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എം ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു after you watch the second time. So do watch it twice. And thank you all for having us here. And thank you so much. പ്രതീക്ഷകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ പ്രതീക്ഷകൾക്ക് ഒത്തുകൂടുവാനും ഈ ഫിലിം ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർഫാസ് അയ്യൂബിനെ ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അൻവേഷൻ ഫാമിലിയിൽ. അതുപോലെ തന്നെ ഇവരോടൊപ്പം വന്നിരിക്കുന്ന എല്ലാ ഞാൻ ആക്ച്വലി എൻ്റെ മോൻ ഇല്ലായിനെ കരയുമ്പം കരച്ചു നിർത്താൻ വേണ്ടി പ്ലേ ചെയ്യുന്ന പാട്ടായിരുന്നു, പേടിപ്പിക്കാൻ. അങ്ങനത്തെ ഒരു പാട്ടല്ലേ? യു ഗൈസ് റിയലി വാണ്ട് മീ ടു സിംഗ്? ഉറപ്പാ? ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല. ദിസ് ഇസ് എൻ്റെ വൈഫ് നോ ദിസ് ഹാപ്പൻ. എൻ്റെ കൂടെ പാടോ? അപ്പൊ ഒരു അനക്കമില്ലല്ലോ. ഹലോ, എൻ്റെ കൂടെ പാടോ? ലിറിക് അറിയോ? ഓക്കെ, അതിലൊരു 2 ലൈൻ നമുക്ക് ഒരുമിച്ച് പാടാം. ഞാൻ പറഞ്ഞു തരട്ടെ? കൂരിരുൾ കിനാവ് പോലെ എൻ്റെ കാഴ്ച മറയവേ. Okay, so let's sing together. കൂരിരുൾ കിനാവ് പോലെ എൻ്റെ കാഴ്ച മറയവേ. ഇപ്പോഴാണ് കാഴ്ച തെളിഞ്ഞത്. താങ്ക് യു ഗൈസ്, താങ്ക് യു.
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ സ്വന്തം അമ്മ ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആൽബർട്സിലെ സ്റ്റുഡൻസിന്? മാമിന് ഈ ക്യാരക്ടറിനോടും സ്ക്രിപ്റ്റിനോടൊക്കെ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താണ്? ക്യാരക്ടറിനോടും ഈ സ്ക്രിപ്റ്റിനോടൊക്കെ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താണ്? എന്റെ പേര് സയന സിജോ. സൈന സിജോ. ഓക്കെ, ഈ ക്യാരക്ടറിനോടും സ്ക്രിപ്റ്റിനോടും അട്രാക്ഷൻ തോന്നാനുള്ള കാരണം ഈ ക്യാരക്ടർ ഏകദേശം എന്റെ പോലത്തെ ഒരു വട്ടമുള്ള ക്യാരക്ടറാണ്. പിന്നെ എന്നെക്കാളും വട്ടമുള്ളവരാണ് എന്റെ കൂടെ അഭിനയിക്കുന്നത്. എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളൊരു വെറൈറ്റി സ്റ്റോറി ആയിട്ട് ആഗ്രഹിച്ച് ഇരുന്നപ്പോൾ വന്ന ഒരു കഥയാണിത്. പിന്നെ ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിങ്, ഇതിൻ്റെ മേക്കിംഗ്, യുനോ ഇതിൽ ലൈറ്റ് സൗണ്ട് ആണ് നമ്മൾ ചെയ്തത്. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഓവറോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടപ്പോൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇതിൽ ആസിഫിൻ്റെ ലുക്ക് കണ്ടില്ലേ? സോ ഈ ക്യാരക്ടറിന് വേണ്ടി മെത്തഡ് ആക്ടിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആസിഫ് ഒരു 6 മാസം പല്ല് തേച്ചില്ല. അങ്ങനെയാണ് ഈ പല്ല് ഇങ്ങനെ ആയത്. സോ യു കെൻ ആസ്ക് അബൌട്ട് ദാറ്റ് ടു ആസിഫ്. ആലിസ്, എൻ്റെ മമ്മിയുടെ പേര് ആലിസാ. താങ്ക് യു. യു ഓൾസോ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ വന്നു. So, how do you manage to balance your personal life with your busy professional schedule? സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Your work is amazing. താങ്ക് യു സോ മച്ച്. ബട്ട് ഇപ്പൊ തന്നെ ഇലായി ഒരു 1 month old ബേബിയാണ്. ബട്ട് ഇലായിനെ ഇട്ടിട്ട് എനിക്ക് വരാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വിഷമമായിരുന്നു. പക്ഷേ ദിസ് ഈസ് വാട്ട് ഐ ലവ് ടു ഡു. ദിസ് ഈസ് മൈ ഡ്രീം. ഞാൻ കുഞ്ഞു പ്രായം തൊട്ട് എനിക്ക് ആക്ടർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആക്ടർ ആവണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് എ ടു ബിഗ് ഡ്രീം അല്ലേ? ഒരു നോർമൽ പെൺകുട്ടിക്ക് അന്നത്തെ കാലത്ത് അത് വലിയൊരു ഡ്രീമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഡ്രീം ഗോൾ എല്ലാം ഇതാണ്. ഐ ലവ് വാട്ട് ഐ ഡു. സോ ഐ കീപ് പുഷിംഗ് മൈ സെൽഫ് ആൻഡ് ഐ ട്രൈ ടു ബാലൻസ് മൈ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. താങ്ക് യു. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ കോളേജ് ലൈഫ് ഇവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാമിൻ്റെ കോളേജ് ലൈഫിലെ മെമ്മറീസോ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാം. ഷുവർ. ഞാൻ ആക്ച്വലി തെരേസ്യനാണ്. ഐ സ്റ്റഡിഡ് ഇൻ സെന്റ് തെരേസാസ്. ഓക്കെ. സോ എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ തെരേസാസിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മോഡലിങ്ങും ഷോസും പിന്നെ എൻ്റെ ഫിലിം കരിയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങി. ഒരു i20 വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. അത് ഒരു ദിവസം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾ ദീസ് തിങ്സ്. ബങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാർ ഇട്ട സ്ഥലത്തല്ല കാർ കിടക്കുന്നത്. കാർ അവിടെ കാണുന്നില്ല. പിന്നെ കുറേ തപ്പി നടന്നപ്പോഴാണ് കാർ എവിടെയോ വേറെ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്നത്. അത് ടോ ചെയ്ത് മാറ്റിയിട്ടിരിക്കുകയെന്ന് മനസ്സിലായി. എന്നിട്ട് കാറിൻ്റെ ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത്, സ്കൂൾ ബസ്സിൻ്റെ പുറകിലായിരുന്നു ഞാൻ കാറ് പാർക്ക് ചെയ്തിരുന്നത്. 3 മണിക്ക് സ്കൂൾ ബസ്സിൽ പിള്ളേർക്ക് വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ നിന്ന് ഫുൾ കോള് വരാൻ തുടങ്ങി. ലാസ്റ്റ് പോലീസ് വന്നു, വണ്ടി മാറ്റിയിട്ടു. അതോടെ എന്നെ കുറച്ച് നാളത്തേക്ക് എനിക്ക് കുറച്ച് നാളെ വീട്ടിലിരുന്നിട്ട് വന്നായെന്ന് പറഞ്ഞ് ടാറ്റാവേ പറഞ്ഞ് വിട്ടു. സോ മെമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം തെരേസാസിൽ ഒരു വേറെ പാർക്കിംഗ് തന്നെ അവരുണ്ടാക്കി. ഇനി വേറെ സ്റ്റുഡൻസ് കോളേജിൽ അങ്ങോട്ടേക്ക് കാറും കൊണ്ട് വരരുത്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇഷ്ടപ്പെട്ട ഒരു കോ ആക്ടർ ആരാണ്? ഇത് സെറ്റിംഗ് ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. To be honest, Asif. Actually, ഞാനും ആസിഫും ഒരു 10 years മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു
Asif is definitely one of my favorite co-star, and he's a dear friend also, because he's somebody I can relate to. ഒരു star ആയിട്ടോ അല്ലെങ്കിൽ ഒരു actor ആയിട്ടോ, he's a great actor, but at the same time he's a very beautiful human being, and ഒത്തിരി hard work ചെയ്യുന്ന ഒരു actor ആണ്. ഞങ്ങൾ ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്തപ്പോൾ there were times when I was feeling very tired and exhausted, but he was motivating me, so I'll always remember that, and of course. Thank you guys, thank you so much. കുറച്ചുകൂടി ഒരു എന്റർടൈൻമെന്റ് ആക്കാനായിട്ട് ഒരു ഡാൻസ് ഉണ്ടാലോ? താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ മ്യൂസിക് ബാൻഡിനും ഡാൻസ് ടീമിനും ഒരു വലിയ കയ്യടി കൊടുക്കല്ലോ. താങ്ക് യു. എന്താണ് ചെയ്യേണ്ടത്? അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലെവൽ ക്രോസ്. അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂമൻ എന്ന് പറയുന്ന ജിത്തു ജോസഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെയാണ് അർഫാസിന്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി. സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. പിന്നെ അത് വെരി ബ്യൂട്ടിഫുൾ അമല പോൾ. താങ്ക് യു സോ മച്ച് അമല. ഞാൻ അമലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി എല്ലാം പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സിനിമകളൊന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കാനുണ്ട്. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ സ്റ്റുഡൻസും വന്ന് സ്റ്റേജിന്റെ അടുത്ത് നിന്നും ആസിഫിയോട് ചോദിക്കണം, ആസിഫിയോട് ചെയ്യണം. സോ ആൽബർഷ്യൻസിൽ ആരൊക്കെ ആസിഫിയോട് ചോദിക്കാനുണ്ട്? എന്റെ പേര് ഷാലു, ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെന്റ് നിന്നാണ്. സോ എന്റെ ക്വസ്റ്റ്യൻ എന്താണ്, അപ്പാർട്ട് ഫ്രം ഓൾ ദ മൂവീസ് യു ഹാവ് ഡൺ ബിഫോർ, ഈ റോളിന് എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ മറ്റുള്ള മൂവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താണ് ഈ ഒരു റോൾ? ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ്. അതിനേക്കാൾ ഉപരി അർഫാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ട് ഉണ്ട്. അപ്പം എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ഞാനത് ഒരുപാട് പറഞ്ഞ് ചിലപ്പോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. എന്തായാലും ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. Thank you so Thank much. you. Asif ka, humble request. Can I have a hug with you?
മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നം വരും. നമ്മൾ ചിലപ്പോൾ ഇമോഷണലാവും, ചൂടാവും. പക്ഷെ ആസിഫ് അങ്ങനെയല്ല. എല്ലാ പ്രശ്നത്തിലും ഒരു ചെറിയൊരു ചിരി അത് പറഞ്ഞ അടുത്ത കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എല്ലാ പ്രശ്നവും. അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റേതാണ്. അത് ഞാൻ പുറത്ത് കാണിക്കാറില്ല. നമസ്കാരം. എനിക്ക് ചോദിക്കേണ്ടത് ടിക്കിറ്റാക്കിനെ കുറിച്ചാണ്. അതിന്റെ ഒരു സിനിമയുടെ ജോണർ എന്താണ്, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. ടിക്കി ടാക്ക സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് 3 months ഞാൻ ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നു. അതിനൊരു കംപ്ലീറ്റ് റിക്കവറി പറയുന്ന ഒരു 8 months to 1 year ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും. ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. താങ്ക് യു. ഞങ്ങൾ മെഡിക്കൽ സൈക്കാട്രിസ്റ്റ് സ്റ്റുഡൻസ് ആണ്. Okay. ചോദിക്കാനുള്ളത് ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത് ട്യുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യൻ ജോൺസ് സാൻഡ് സ്റ്റോൺസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് ഈ സിനിമ റിലീസാകുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഹായ് അക്ക, ഹായ് മാം, മാം, ഹായ് സർ. സർ, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വരെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഇന്ന് ഇത്രയും സിനിമകൾ അഭിനയിച്ച് ഇത്രയും റോൾസ് ചെയ്ത് ഈ ഒരു ലെവലിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ യങ്സ്റ്റേഴ്സിനോടൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ഒരു സിനിമ എന്നുള്ള ലോകം സ്വപ്നം കാണുന്നത്. അവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു നല്ല ചോദ്യമാണ്. ഞാൻ ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. സാധാരണ എൻ്റെ കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പിറകില് ഇതിന്റെ മുകളിലൊക്കെയാണ്. അവിടെയാണ് നിന്നോണ്ടിരുന്നത്. അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റും. And I'm wishing you guys all the very best. Oh. ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന്, ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ട്യുണീഷ്യ. പിന്നെ എന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമയിലാണ്. പ്രൊഫസർ അമല, അർഫാസ്, ഇതിൻ്റെ DOP, ഇതിൻ്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ സുഹൃത്തുക്കളായി മാറി. ഒരു നല്ല സൗഹൃദം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ആദ്യം ചിന്തിക്കും. അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ഒരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. Thank you, Asifika. Okay, boys. അപ്പൊ താങ്ക് യു. ഞാൻ ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്.
പക്ഷെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ. പ്ലീസ് കത്ത് മ്യൂസിക് ഒന്ന് കണ്ടു പ്ലീസ്. എന്റെ ഭാഗത്തുള്ളൊരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറരുത്. എനിക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഐ ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ഒരു ബാക്കപ്പും ഇല്ലാതെ, സിനിമയുമായി ഒരു ബന്ധവുമില്ലാതെ ഇവിടെ വന്ന് ഇത്രയും കയ്യടിയും ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. പോലെ എല്ലാരും ക്രൂ എല്ലാരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നിട്ട് നമുക്ക് ആ പോസ്റ്റർ ലോഞ്ച് ഒന്ന് ചെയ്യാം. ഗൈസ് എല്ലാവരും ഫോണുകളൊന്ന് ചെക്ക് ചെയ്യാമോ? എല്ലാരും നിങ്ങളുടെ ആൽബർഷൻസിന്റെ ഫോണുകളൊന്ന് ചെക്ക് ചെയ്യാമോ? എല്ലാരും ഒന്ന് നിങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക. ആൽബർട്സിന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് എടുക്കൂ. അതിനകത്ത് ഒരു